എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കീം പരീക്ഷാ ഫലം റദ്ദാക്കിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. ഇതോടെ മാർക്ക് ഏകീകരണത്തിന് പഴയ രീതി തുടരും. പഴയ ഫോർമുലയിൽ റാങ്ക് പട്ടിക ഇന്ന് തന്നെ പുറത്തിറക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. റാങ്ക് പട്ടികയിൽ എതിർപ്പുള്ളവർക്ക് കോടതിയെ സമീപിക്കാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പഴയ പ്രോസ്പെക്ടസ് പ്രകാരം പുതിയ റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കണമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് പറയാൻ കഴിയില്ലെന്നും എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി വിശദീകരിച്ചു. പഴയ മാനദണ്ഡത്തിൽ നീതികേടുണ്ടെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ബദൽ കണ്ടെത്താൻ ശ്രമിച്ചത്. എന്നാൽ ഇത് തെറ്റാണെന്നല്ല, മറിച്ച് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയ സമയം ശരിയല്ലെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രോസ്പെക്ടസിൽ ഏത് സമയത്തും മാറ്റം വരുത്താൻ സർക്കാരിന് അധികാരമുണ്ട്. എന്നിരുന്നാലും കോടതി വിധി അംഗീകരിക്കുകയാണെന്ന് മന്ത്രി വ്യക്തമാക്കി. AICTE പ്രവേശനത്തിന് അവസാന തീയതി ഓഗസ്റ്റ് 14 അതിനു മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം വരെ തുടർന്ന പ്രക്രിയ തന്നെ തുടരും. കുട്ടികളുടെ അവസരം നഷ്ടപ്പെടാൻ പാടില്ലെന്നും റാങ്ക് പട്ടിക പുതുക്കുമ്പോൾ തർക്കമുള്ളവർക്ക് കോടതിയിൽ പോകാമെന്നും മന്ത്രി അറിയിച്ചു. മാറ്റം സംബന്ധിച്ച് നേരത്തെ ആലോചിക്കേണ്ടതായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് ആ വക ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ലെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. അതോടൊപ്പം കീം പരീക്ഷയിൽ 100% മാർക്ക് വാങ്ങിയാലും സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് 35 മാർക്ക് കുറയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഈ പരാതി ഉയർന്നതിനെ തുടർന്നാണ് മാറ്റത്തിന് ശ്രമിച്ചത്. എന്നാൽ ഈ വർഷം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അതിന് കഴിഞ്ഞിട്ടില്ല. അടുത്ത വർഷം പുതിയ ഫോർമുല നടപ്പാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്നും മന്ത്രി പറഞ്ഞു. കീം പരീക്ഷാഫലം റദ്ദാക്കിയതിന് എതിരായ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യാഴാഴ്ച തള്ളിയിരുന്നു. റാങ്ക് പട്ടിക റദ്ദാക്കിയതിൽ ഇടപെടാനാവില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഈ വിധി സർക്കാരിന് വലിയ തിരിച്ചടിയുമായി. പ്രോസ്പെക്ടസ് പുറത്തിറക്കി എൻട്രൻസ് പരീക്ഷയുടെ സ്കോർ പ്രസിദ്ധീകരിച്ച ശേഷം വെയിറ്റേജിൽ മാറ്റം വരുത്തിയത് നിയമപരമല്ല എന്ന സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തൽ ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയായിരുന്നു. 2011 മുതലുള്ള മാനദണ്ഡമനുസരിച്ച് വെയിറ്റേജ് കണക്കാക്കി ഫലം പുനഃപ്രസിദ്ധീകരിക്കാനും കോടതി ആവശ്യപ്പെട്ടു. നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട നിരവധി പേർ ഇതോടെ പട്ടികയ്ക്ക് പുറത്തുപോകും. മാർക്ക് ഏകീകരണം ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ സുപ്രധാന തീരുമാനം വന്നത്. CBSE സിലബസിൽ +2 വിജയിച്ച വിദ്യാർത്ഥിനി ഹന ഫാത്തിമയാണ് ഹർജി നൽകിയത്. മാർക്ക് ഏകീകരണത്തിനുള്ള പുതിയ സമവാക്യം മൂലം CBSE വിദ്യാർത്ഥികൾക്ക് മുമ്പുണ്ടായിരുന്ന വെയിറ്റേജ് നഷ്ടമായെന്ന് ഹർജിയിൽ പറയുന്നുണ്ട്. പരീക്ഷാ പ്രോസ്പെക്ടസിലെ നിർദ്ദേശത്തിന് വിരുദ്ധമാണ് പുതിയ സമവാക്യമെന്നും ചൂണ്ടിക്കാട്ടി. ഇത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അംഗീകരിക്കുകയായിരുന്നു. എൻട്രൻസ് പരീക്ഷയ്ക്കും +2-നും ലഭിച്ച മാർക്കുകൾ ഒരുമിച്ച് പരിഗണിച്ചാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. മുൻ സമവാക്യപ്രകാരം തയ്യാറാക്കുമ്പോൾ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് CBSE വിദ്യാർത്ഥികളെക്കാൾ 15 മുതൽ 20 വരെ മാർക്ക് കുറയുന്നതായി പരാതി ഉണ്ടായിരുന്നു. തുടർന്നാണ് മാർക്ക് കുറയാത്ത രീതിയിൽ പുതിയ സമവാക്യം സർക്കാർ കൊണ്ടുവന്നത്. +2 മാർക്കും പ്രവേശന പരീക്ഷാ മാർക്കും ചേർത്ത് 600 മാർക്കിലാണ് പോയിന്റ് നില നിശ്ചയിച്ചത്. പുതിയ വ്യവസ്ഥ പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അറിയിച്ചിരുന്നു. സംസ്ഥാന പരീക്ഷാ ബോർഡുകൾ വിഷയങ്ങൾക്ക് നൽകുന്ന ശരാശരി മാർക്ക്, ശരാശരിയിൽ നിന്നുള്ള വ്യത്യാസം, ദേശീയ തലത്തിൽ വിഷയങ്ങൾക്ക് ലഭിക്കുന്ന ശരാശരിയിൽ നിന്നുള്ള വ്യതിയാനം എന്നിവ കണക്കിലെടുക്കുന്ന ഫോർമുലയാണ് 2024 വരെ എഞ്ചിനീയറിംഗ് പ്രവേശന മാനദണ്ഡമായി സ്വീകരിച്ചിരുന്നത്. സംസ്ഥാന ബോർഡുകളുടെ ഉയർന്ന മാർക്ക് മാത്രം പരിഗണിക്കുന്ന രീതിയാണ് ഇത്തവണ സ്വീകരിച്ചത്. എന്നാൽ കേന്ദ്ര സിലബസുകളിൽ പൂർണ്ണ മാർക്ക് നേടുക എളുപ്പമല്ലാത്തതിനാൽ CBSEയിൽ പഠിച്ചവർക്ക് ഇത് ദോഷകരമായി മാറി. CBSE വിദ്യാർത്ഥികളെ പിന്നിലാക്കുന്ന വിധത്തിൽ കൈക്കൊണ്ട മാർക്ക് പുനഃക്രമീകരണം ഉന്നത സ്കോർ നേടി തുടർ പഠനത്തിന് തയ്യാറെടുത്തിരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ മാനസിക സമ്മർദ്ദത്തിലും പ്രതിസന്ധിയിലുമാക്കിയെന്നും കൗൺസിലിംഗ് ഓഫ് CBSE സ്കൂൾ കേരള ആരോപിച്ചിരുന്നു. മെറിറ്റിന് തുല്യം പ്രാധാന്യം നൽകാതെ കേന്ദ്ര സിലബസിൽ പഠിച്ചതിനാൽ അർഹതപ്പെട്ട ഉന്നത പഠന പ്രവേശന പരീക്ഷാ മാനദണ്ഡങ്ങളിൽ CBSE വിദ്യാർത്ഥികളോട് കാണിക്കുന്ന വിവേചനം ഖേദകരമാണെന്നും അഭിപ്രായം ഉയർന്നിരുന്നു. കീം പ്രവേശന പരീക്ഷയുടെ ട്രയൽ അലോട്ട്മെന്റ് ഒരാഴ്ചക്കകം പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ട്രയൽ അലോട്ട്മെന്റിന് തൊട്ടടുത്തുള്ള ദിവസം തന്നെ 1ാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ. ഓഗസ്റ്റ് 13-ന് അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കും. പ്രവേശന പരീക്ഷ എഴുതിയ 86,549 പേരിൽ 67,705 പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ഇവരുടെ വിവിധങ്ങളായ വെയിറ്റേജുകൾ പരിഗണിച്ചാണ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ വർഷം കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് മികച്ച റാങ്ക് നേട്ടം കൈവരിക്കാനായി. അതേസമയം CBSE, ICSE സിലബസുകാരും തങ്ങളുടെ റാങ്കുകൾ മുൻ വർഷത്തേതുപോലെ നിലനിർത്തിയെന്നാണ് വാദം.
ആദ്യ 5000 പേരിൽ കേരള സിലബസിൽ പഠിച്ച 2539 പേർ ഉൾപ്പെട്ടു. CBSE ICSE സിലബസുകളിൽ പഠിച്ച 2220 പേരും പട്ടികയിലുണ്ട്. ആദ്യ 10 റാങ്കുകാരിൽ 6 പേരും കേരള സിലബസിലെ വിദ്യാർത്ഥികളായിരുന്നു. 2024 ആദ്യ 5000-ൽ കേരള സിലബസിലെ വിദ്യാർത്ഥികളായ 2034 പേരായിരുന്നു ഇടം നേടിയത്. 2785 പേർ CBSE വിദ്യാർത്ഥികളുമായിരുന്നു.